ഒരുപാട് ആളുകള് അവരുടെ വിഷമം അകത്തിട്ട് കൊണ്ട് നടക്കും. വിഷമം ഉള്ളില് ഒത്തിരി വിഷമമുണ്ട്. ഈ ചിരിക്കുന്ന ആളുകളെ കാണാൻ വളരെ ചുരുക്കമാണ്. നമ്മുടെ വിചാരം എന്താണെന്നറിയോ? നമ്മൾ വളരെ പ്ലസന്റ് ആണെന്നാണ് നമ്മുടെ വിചാരം. നമുക്കറിയില്ല, ആരെയും കൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഫോട്ടോ എടുപ്പിക്കണം. ഇപ്പൊ സിസ്റ്റർ വേറൊരു സിസ്റ്ററിനോട് പറയണം, ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ എന്റെ ഫോട്ടോ എടുക്കാൻ പറയണം. ആ ഫോട്ടോയാണ് ശരിക്കുള്ള നിങ്ങൾ. മറ്റേതെല്ലാം നമ്മൾ പോസ് ചെയ്ത് എടുത്തതാണ്, അത് അഭിനയമായിരുന്നു. ശരിക്കും നമ്മൾ എങ്ങനെയാണോ കാണപ്പെടുന്നത് എന്ന് കാണണമെങ്കിൽ നമ്മൾ അറിയാതെ ആളുകൾ ഫോട്ടോ എടുക്കണം. നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ മനസ്സിലായി, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ, നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. ചിരിക്കത്തില്ല, മിണ്ടത്തില്ല, ആരെയും നോക്കത്തില്ല, ഭയങ്കര സീരിയസ് ആണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്തെന്നറിയാം? നന്നായിട്ട് ചിരിക്കുക എന്നുള്ളതാണ്. ചിരിക്കണ ആളുകളെ കണ്ട സംസാരിക്കണം. ചിരിക്കാൻ പറ്റാത്ത എന്തെന്നറിയാം? ശ്രദ്ധിക്കുക, നമ്മുടെ അകത്ത് ഒരുപാട് വിഷമമുണ്ട്. നമ്മുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമ്മൾ ഈ വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും കെട്ടിയവന്റെ കാര്യവും പിന്നെ മഠത്തിലെ കാര്യവും പിന്നെ എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ആലോചിച്ച് നടക്കുമ്പോൾ നമ്മൾ ഭയങ്കര സീരിയസ് ആണ്. സന്തോഷമുള്ളവരാവാൻ എന്താ വഴിയെന്നറിയാമോ? ഇതൊന്നും ആലോചിക്കരുത്. ഇത് ആലോചിക്കുന്നതിന് പകരം എന്റെ കർത്താവിന് എന്നോട് എന്തോരം സ്നേഹമാ, എന്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ല, ആയുഷ്കാലം മുഴുവൻ എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടായിരിക്കും, ഞാൻ കാലുകുത്തുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് ആ ദേശം എനിക്ക് തരും, ആയുഷ്കാലത്തൊരിക്കലും എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, മോശയോട് കൂടെ എന്ന പോലെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരിക്കും, എന്റെ കർത്താവ് എനിക്ക് അഭിവൃദ്ധി ഐശ്വര്യം തരും. എന്നോട് ഈശോയ്ക്ക് ഭയങ്കര സ്നേഹമുണ്ട്. നിങ്ങൾ വചനം ചിന്തിച്ചുകൊണ്ട് നടക്കാൻ പരിശീലിക്കണം. ഇത് എളുപ്പമല്ല. നമ്മുടെ തലയിൽ എന്താ വരുന്നതെന്നറിയാം? നമ്മുടെ തലയിൽ വരുന്ന മുഴുവൻ നമ്മുടെ വിഷമങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പ്രാക്ടീസ് ചെയ്യണം. സിസ്റ്റേഴ്സിനൊക്കെ ഈസി ആയിട്ട് പറ്റും. എന്താണെന്നറിയാം? എപ്പോഴും മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ദൈവ സാന്നിധ്യ സ്മരണ. എപ്പോഴും, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2-3 വചനം വായിക്കണം. എന്നിട്ട് ആ ദിവസം മുഴുവൻ ആ വചന ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. ആ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നടക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ വചനം ഓർക്കണം. എന്നിട്ട് ആ വചനത്തെ കുറിച്ച് ധ്യാനിച്ച് സന്തോഷിക്കണം. മനസ്സിലായോ? പത്തായത്തെ കൊല വഴുത്തിരിക്കുന്ന കണ്ട് സന്തോഷിക്കുകയല്ല, മറിച്ച് ഈ വചനം അകത്ത് കിടന്നിങ്ങനെ ആലോചിച്ച് സന്തോഷിക്കണം. അപ്പൊ എന്താണെന്നറിയാമോ? നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു ഓറ രൂപപ്പെടും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു പ്ലസന്റ് ഫീലിംഗ് രൂപപ്പെടും. നമ്മളെ ആർക്ക് കണ്ടാലും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ചിന്തയാണോ നമ്മുടെ വികാരമാണോ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്? അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ, അതോ നമ്മുടെ വികാരം, ഇമോഷൻ ആണോ, തിങ്കിങ് ആണോ, തോട്ട്സ് ആണോ? ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഏതാ? ഇമോഷൻസ് ആണ്, ചിന്തയല്ല. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ വികാരം എന്താണ്. ഇപ്പൊ നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് എന്തുണ്ടാവും? നല്ല സന്തോഷം. നമ്മളൊന്നും പറയേണ്ട, പ്രത്യേകിച്ച് അയ്യോ ഞാൻ എന്തൊരു സന്തോഷമാണെന്നറിയാമോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മറിച്ച് നമ്മളൊന്നും പറയാതെ തന്നെ ആളുകൾക്ക് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആകുലപ്പെട്ട് നടക്കരുത്. നമ്മുടെ ആളുകളുടെ പ്രശ്നം, നമ്മൾ ഇങ്ങനെ എല്ലാം ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ നടക്കും. നമ്മൾ ദേവാലയത്തിൽ വരുമ്പോ ഇങ്ങനെ വിഷമം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം വിഷമം എല്ലാം കർത്താവിനോട് പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം പറയുന്നു, ഞാൻ എന്റെ ആവലാദികൾ കർത്താവിനോട് വിവരിച്ചു. എസെക്കിയേൽ പറയുകയാണ്, ഞാൻ അമർഷം പൂണ്ടവനും പര്യാകുലനുമായിട്ടാണ് പോയത്. ജെറമിയ പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ സങ്കടം എല്ലാം ഞാൻ കർത്താവേ ഞാൻ നിന്നോട് പറയുകയാണ്. മോശ ദൈവത്തോട് സങ്കടം പറയുന്ന നമ്മൾ കാണുന്ന ആവലാതി. ദാവീദ് ദൈവത്തോട് ആവലാതി പറയുന്നു. ദാവീദ് പറയാണ്, ദൈവമേ, നാട്ടുകാരെന്നെ നോക്കി പറയുകയാണ് അവന്റെ ദൈവം അവനെ സഹായിക്കില്ലെന്ന്. അങ്ങനെ പറഞ്ഞ കർത്താവേ, ആവലാതി പറയുന്നു. അപ്പൊ നമ്മൾ ദേവാലയത്തിൽ വരുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഞാൻ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും പറയുന്ന സമയത്ത് ചിന്തിച്ചോണ്ടിരിക്കാതെ കർത്താവിനോട് പറയണം. എന്നിട്ട് ഒന്നാമത്തെ കാര്യം, സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഈ ചുറ്റും നോക്കുകയോ ചെയ്യരുത്. ഒരു ദൈവാനുഭവം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കൈവക്ക്. ഉണ്ടെങ്കിൽ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ യേശുവിനെ അനുഭവിക്കും. ഞാൻ പറയുന്ന ഈ കുഞ്ഞു കാര്യം ചെയ്താൽ മതി. ചെറിയ കാര്യം എന്താണെന്നറിയാം? ഒന്ന്, പുറം ലോകത്തെ മറക്കുക. പ്രാർത്ഥിക്കുമ്പോ വെളിയിൽ എന്റെ അടുത്തൊരാൾ നിപ്പുണ്ടെന്ന് ഓർക്കുകയും ചെയ്തു. ഞാനും എന്റെ കർത്താവും മാത്രമേ ഉള്ളൂ. ബുദ്ധി എടുത്ത് തോട്ടിലെറിയുക, ബുദ്ധി എടുത്ത് പെരിയാറിൽ എറിഞ്ഞേക്കുക. ഈ ബുദ്ധിയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ബുദ്ധി മറ്റു സമയത്ത് എടുത്താൽ മതി. കർത്താവ് പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുക. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോ ദൈവാനുഭവം ഉണ്ടാവാൻ പറയുകയാണ്. പ്രാർത്ഥിക്കുമ്പോ അടുത്തൊരാൾ നിപ്പുണ്ടെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. കണ്ണടച്ചോണം. എന്നിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങ് ആരാധിക്കണം. മനസ്സിലായോ? നമ്മൾ ഈ ചുറ്റുപാടുകളെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വളരെ അച്ചടക്കത്തോടെ നിന്ന് ആരാധിക്കുന്നത്. നിങ്ങളെ മറന്നാൽ ആരാധന പാട്ട് പാടി കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ്.
മനസ്സിലായോ? പുറകിൽ നിന്നൊരു ചേട്ടൻ ഫ്രണ്ടിൽ നിൽക്കുന്ന കാണാം, പ്രാർത്ഥിച്ച് ദൈവാനുഭവം ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധിച്ചോളുക, പഞ്ചേന്ദ്രിയങ്ങളെ അടയ്ക്കണം. ഈ ശരീരത്തെ മറന്നാൽ ആത്മാവ് ജ്വലിക്കും. ശരീരത്തെ ഫോക്കസ് ചെയ്ത് നിൽക്കരുത്. അടുത്ത ആള് നിപ്പുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അവര് നോക്കുന്നുണ്ട്, ഇവര് നോക്കുന്നുണ്ട്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആത്മാവിന്റെ ലോകം തുറക്കപ്പെടില്ല. അതുകൊണ്ട് ആരാധിക്കുന്ന സമയത്ത് എല്ലാം മറന്നോണം. ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ നൃത്തമാടിയപ്പോ തുണി അഴിഞ്ഞു പോയത് പോലും അറിഞ്ഞില്ല. ഭാര്യ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് തുണിയില്ലായിരുന്നു എന്നുള്ള വിവരം. തുണി അഴിഞ്ഞുപോയി. ഡാൻസ് ചെയ്തപ്പോ തുണി അഴിഞ്ഞുപോയി. അപ്പൊ എന്തായാലും നമ്മുടെ തുണിയൊന്നും അഴിഞ്ഞു പോകത്തില്ല, അത് പേടിക്കണ്ട. പക്ഷെ എല്ലാം മറക്കുക, ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കുക. അങ്ങനെ നിങ്ങളെ മറക്കാൻ തയ്യാറാണ്. ഞാൻ പറയുകയാണ്, എനിക്ക് ദൈവാനുഭവം ഉണ്ടായത് അങ്ങനെയാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിയുടെ പ്രശ്നമായിരുന്നു. ഭയങ്കര നാണക്കേട്, ദുരഭിമാനം, പ്രാർത്ഥിക്കുമ്പോ നാണക്കേട്, ലജ്ജ. ആ കാലത്തൊക്കെ ആ ബുദ്ധിയുണ്ട്, ഈ ലജ്ജയുണ്ട്, ദൈവാനുഭവം ഇല്ല. എന്നാൽ ഒരു കാലത്ത് ദൈവം ഒരു സ്വാതന്ത്ര്യം തന്നു. മനുഷ്യൻ എന്ത് പറഞ്ഞാലും അവനോട് പോയി പണി നോക്കാൻ പറയാനുള്ള ഒരു ധൈര്യം. അത് കിട്ടിക്കഴിഞ്ഞപ്പോ എന്തുണ്ടായി? പെട്ടെന്ന് ദൈവാനുഭവം ഉണ്ടായി. മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് നോക്കി ഇവിടെ ഇരിക്കരുത്. ഒരാപത്ത് വരുമ്പോ ഈ അംഗീകാരം ചാർത്തി കിട്ടാൻ നമ്മൾ നോക്കി നിന്ന മനുഷ്യരൊന്നും ഉണ്ടാവില്ല. ആരെ പേടിച്ചിട്ടാണോ നിന്റെ ജീവിതത്തിന്റെ ആധാരമായവനെ ആരാധിക്കാൻ നീ മറന്നത്, ആപത്ത് വരുമ്പോ അവര് നിന്നെ സഹായിക്കില്ല. ആദ്യം ഉപദ്രവിക്കുന്നത് അവരായിരിക്കും. ദൈവം മാത്രമേ കൂട്ടിനുണ്ടാവൂ. അതുകൊണ്ട് ദൈവത്തെ മാനിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് മനുഷ്യനെന്തെങ്കിലും പറഞ്ഞോട്ടെ, അതിലും എന്താ? പുരുഷന്റെ വഴി പറയുന്നില്ലേ, ആരെങ്കിലും എന്തെങ്കിലും അതൊക്കെ ചൊല്ലിയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങയിൽ ആശ്രയിക്കുന്നവരാരും ലജ്ജിതരാവില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും.